ആശംസകൾ. ഓണം കഴിഞ്ഞ് ഇന്ന് കൃത്യം 30 ദിവസമായെന്നാണ് എൻ്റെ അറിവ്, അല്ലേ? 30-31. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കൊല്ലത്തെ ഓണം സെലിബ്രേഷൻസ് നടത്തുന്നത്. ഡ്രീംസ് മലയാളി ഫോറം നമ്മളൊരു ചെറിയൊരു പ്രൈവറ്റ് സംഘടനയാണ്. എല്ലാ കൊല്ലവും നമ്മൾ ഓണം നടത്താൻ ശ്രമിക്കാറുണ്ട്. 2012 ആദ്യമായിട്ട് നമ്മൾ ഓണം കണ്ടക്ട് ചെയ്തത്, ഓണം സെലിബ്രേഷൻസ് ചെയ്തത്. 2012 ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൈ പൊക്കാമോ ഓണം സെലിബ്രേഷനിൽ? ന്യൂജൻ ഒഴികെ ബാക്കിയെല്ലാവരും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ആ കൂട്ടായ്മ ഇപ്പോഴും നമ്മൾ കൊണ്ട് നടക്കണമെന്നുണ്ട്. 2012 തുടങ്ങിയ പരിപാടി 2025 ആകുമ്പോഴേക്കും ഒരു 9 ഓണം സെലിബ്രേഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ. ഇതിനിടെ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ചെയ്തില്ല, വയനാട് പ്രശ്നങ്ങളുണ്ടായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കോവിഡ് വന്നപ്പോഴും നമ്മൾ ഓണം ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ വേണമെന്ന് വെച്ചിട്ട് ഇറങ്ങി നടത്തുന്നവരുണ്ട്. എന്നുവെച്ചാൽ ഈ സ്റ്റേജ് കെട്ടുന്നവരും ഞാൻ എൻ്റെ പോലത്തെ ആൾക്കാർ മാത്രമല്ല കേട്ടോ, പാർട്ടിസിപ്പൻസ്, ഓരോ പാർട്ടിസിപ്പൻസും 1-1.5 മാസമായിട്ട് എല്ലാ ദിവസവും വന്ന് പ്രാക്ടീസ് ചെയ്ത് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ഷോപ്പിംഗ് ചെയ്ത്, ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിൻ്റെ പരിപാടിക്കുള്ള ഷോപ്പിംഗ് ചെയ്ത് അതും കഴിഞ്ഞ് വന്ന് പ്രാക്ടീസ് ചെയ്ത് കുറേയൊക്കെ എന്താ പറയുക ഓർഗനൈസിങ് കമ്മിറ്റീനെ ഹെൽപ്പും ചെയ്ത് ഉള്ള കുറേ സ്ത്രീ ശക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വലിയൊരു വെൽക്കം. അവരില്ലായിരുന്നെങ്കിൽ ഈ പരിപാടി നമ്മുടെ നടന്നില്ല. അതുകൂടാതെ കൂടെ പ്രവർത്തിച്ച സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും യുവാക്കൾക്കും യുവതികൾക്കും. പിന്നെ എൻ്റെ അച്ഛൻ എന്നോട് പറയാറുണ്ട്, മോനെ കാശാണ് എല്ലാത്തിനും മേലെ എന്ന്. ഞാൻ മൂപ്പരെ വെറുതെ വിടാറുണ്ട്. കാരണം ഞാൻ ജനിച്ചപ്പോഴൊന്നും കാശിന് വലിയ പഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ കിട്ടിയിരുന്നു. 1 രൂപയ്ക്ക് കുറേ ചോക്ലേറ്റ് കിട്ടും, പിള്ളേർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പറയുന്നത്. അപ്പോൾ അന്ന് എനിക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ മനസ്സിലായി കാശാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ പരിപാടി നടത്താനായിട്ട് ഫൈനാൻഷ്യലി വളരെ അധികം ഞങ്ങളെ സഹായിക്കണ കുറച്ച് കാരണവന്മാരുണ്ട്. അവർക്കും അവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പരിപാടി സക്സസ്ഫുൾ ആയിട്ട് കൊണ്ട് നടക്കാനും പറ്റിയിരുന്നില്ല. ഇനി എനിക്ക് ശ്രേയനെ സ്റ്റേജിൽ വിളിക്കണം. ശ്രേയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അതിഥി. അവരാണ് നമ്മളെല്ലാവരും പരിചയപ്പെടുത്താനും പോകുന്നത്. ഒരു മിനിറ്റ് ശ്രേയ. Hello. So I'm going to be telling you the story of Onam. Hello. I'll tell you the story of Onam. It's just a summary. Onam is Kerala's biggest festival, celebrated in honor of King Mahabali, a legendary and beloved ruler. According to Hindu mythology, Mahabali was a wise, just and generous king under whose rule Kerala prospered and people lived in equality and happiness. His reign was so ideal that even the gods grew jealous and worried that he was becoming too powerful. To test his devotion and humility, Lord Vishnu took the form of Vamana, a dwarf Brahmin. Vamana asked Mahabali for just 3 pieces of land. The king, known for never refusing charity, agreed. Suddenly, Vamana grew into a giant form and with 2 steps covered the entire universe. With no place left for the 3rd step, Mahabali humbly offered his own head. Vamana then placed his foot on Mahabali's head, sending him to the netherworld. However, Vishnu was impressed by Mahabali's devotion and generosity. As a boon, he allowed Mahabali to visit his people once every year. Onam marks this annual homecoming of King Mahabali, when Keralites welcome him with joy, Onasadya, Pookalam, boat races, dances and celebrations that showcase unity and prosperity. And that brings us to today. To all of you present here, welcome to the 9th annual Dreams Onam celebration. Thank you. Freya, be on the stage, please. Thank you. That was a brief story about Onam and hello. Yeah, that was a brief story about Onam and she explained it very well. Now, I wish Freya and Aneira, please. So, Freya and Aneira would begin the prayer song, but before they begin, I 5 of our elders to be on near the lamp and 2 of our seniors. Shiju, you need to
to be on the stage, please. Here, Siju, please be on the stage. Chandran Nair, Siju, Chandran Nair, Kumar, Subbu, Venurajan. Please welcome Parmeswaran Nambiar for 4D. Uncle Ji, please, you are required for the lamp. A.R. Nair from 2A. Sumati Amma from 2D. Sharvana Verma from 2D. And Kamalan sir from 1A. Please be near the stage. And everyone, with all your permission, let us begin our Onam celebrations. The inauguration ceremony will be done by lighting the lamp. വിളക്ക് കത്തിച്ച് നമുക്ക് ഇൻട്രഷൻ ചെയ്യാം. വേണ്ടാത്ത ഫാൻ ഓഫ് ചെയ്യണം. ഓക്കെ, ഫ്രേയ ആൻഡ് അനൈറ വിൽ ബിഗിൻ വിത്ത് ദ പ്രയർ സോങ്. Thank you, Anira and Freya. Freya, you will have to എല്ലാ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലവും പൂക്കളം ഒരുക്കിയിട്ടുള്ളത് കാഞ്ചന പണിക്കർ. കാഞ്ചന ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് സ്ത്രീ ശക്തിയുടെ കാര്യം, ഇവരൊക്കെ വലിയ പവറാട്ടോ നമുക്ക്. അത് എങ്ങനെയാന്നുള്ളത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. വിളക്ക് കാഞ്ചന ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് എല്ലാ കൊല്ലവും, ഇക്കൊല്ലം മാത്രമല്ല എല്ലാ കൊല്ലവും. അങ്കിൾ ഇനി ഇരുന്നുള്ളൂ പറ നിറച്ചിട്ട്. അതെ, പറ നിറയ്ക്കണം. അതിനു മുമ്പ് ഗോപിനാഥ് സർ ഒന്ന് സ്റ്റേജിൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം. ഗോപിനാഥ് പണിക്കർ 4B പറ നിറയ്ക്കാനായിട്ട് കൂടെ നിൽക്കും. അങ്ങനെ
ഓക്കെ ഗൈസ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ബെല്ലൈക്കണും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മൾ ഓൾറെഡി 40 മിനിറ്റ്സ് ലേറ്റ് ആണ് ഗൈസ്. എന്നാലും നമ്മൾ ഇന്ന് പൊളിക്കും ഗൈസ്. അങ്ങനെ അപ്പൊ ഗൈസ് തുടങ്ങല്ലേ? ഒരു മൂളല് കേൾക്കണം കേട്ടോ. ഇല്ല, പിന്നെ ഇന്ന് സൗണ്ട് വരണില്ല. സോ അവർ കുറച്ച് ഒരുക്കങ്ങൾ ചെയ്യണം. അതിനിടയിൽ പലരുടെയും വീട്ടിൽ ഞങ്ങൾ പോയിട്ട് കൂപ്പൺ കൊടുത്തപ്പോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ് കഴിഞ്ഞ കൊല്ലം 450 രൂപയും ഇക്കൊല്ലം 250 രൂപയ്ക്കും സദ്യ വെച്ചെന്നുള്ളത്? ചോദിക്കാത്ത പേരുണ്ടോ ഇതില്? ചോദിച്ചു അല്ലേ? ചോദിച്ചില്ല. ബാക്കി എല്ലാവരും ചോദിച്ചതാ. പോട്ടെ. അപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 8-9 കൊല്ലം മുമ്പ് ഇതേപോലെ ഓണം പരിപാടി വെച്ചപ്പോൾ അടുത്തുള്ള ഒരു സോവീനിയർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സോവീനിയറിന് വേണ്ടി നമ്മൾ കുറെ ഷോപ്പുകളിലൊക്കെ കയറി അവിടുന്ന് കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൊല്ലത്തെ ഓണത്തിൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടി. നമ്മുടെ കണക്ക് നോക്കണ ഹിന്ദി മിക്കപ്പോൾ ചോപ്പടിക്കാവുന്ന ജിസ്മെ സബ് ലിഖ് रखा रहता है. കണക്ക് നോക്കണ കണക്കപ്പൻ മിസ്റ്റർ ചന്ദ്രൻ നായർ ആ കാശ് കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 8 കൊല്ലം കഴിഞ്ഞിട്ട് അത് ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് തിരിച്ചു കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാ ഈ കാശ് വെച്ചിരിക്കണം, നമുക്ക് ചെലവിലൂടെയത്. അതാണ് ഇക്കൊല്ലത്തെ ഓണത്തിന് ടിക്കറ്റുകൾക്ക് വില കുറയാൻ കാരണം കേട്ടോ. എന്ന് വെച്ചിട്ട് അത് അയാൾക്കാണോ എനിക്കാണോ? ആളങ്ങനെ തന്നെയാണ്. കിട്ടിയ കാശ് എങ്ങനെയെങ്കിലൊക്കെ സ്വരൂപിച്ച് വെക്കാൻ നോക്കും. അതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞ ഉപകാരം ഉണ്ടാവും. അതുണ്ടായി ഈ കൊല്ലം കൂടി. ഓക്കെ, നമ്മുടെ സ്റ്റേജ് സെറ്റാണ്. ദീപം ഒരുങ്ങി. ഇനി ഞാൻ കവിത നമ്പ്യാറിനെ സ്റ്റേജിൽ വിളിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് തുടങ്ങാം. എല്ലാവരും നല്ല കയ്യടി കൊടുക്കണം. എല്ലാ പാർട്ടിസിപ്പൻസും 1 മാസം 1.5 മാസം അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അധ്വാനിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അതിനുള്ള ഒരു അപ്രീസിയേഷൻ. ഈ കയ്യടിക്ക് ശേഷം നമുക്ക് നല്ലൊരു സദ്യ ഉണ്ടാകും. അപ്പൊ അതുവരെ വിഷസ് വെൽ. ഹലോ, നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ ഓണം പരിപാടിയുടെ ആദ്യത്തെ ഇനം എന്ന് പറയുന്നത് ഒരു ശ്രുതി മധുരമായ ഒരു ഗാനമാണ്. ആ ഗാനം ആലപിക്കാനായിട്ട് എത്തുന്നത് ശ്രീ ബാലകൃഷ്ണൻ നായർ. സോ ബാലകൃഷ്ണൻ നായർ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഈ ഒരു പാട്ട് ഞാൻ പാടാൻ പോകുന്ന 1975 കൊട്ടാരം നിൽക്കാൻ എന്ന പിക്ചറിൽ ദാസേട്ടൻ പാടിയാണ്. അത് ഞാനിപ്പോൾ എൻ്റെ സ്വരത്തിൽ പാടാൻ പോകണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക.